ഈ ഉത്തര കേരളത്തിലെ രണ്ടാം വസന്തോത്സവം എന്നൊക്കെ പറയുന്ന ആ പൂരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആനകളുടെ ഇടയിലെ സെലിബ്രിറ്റി, ആനപ്രേമികളുടെ ഹീറോ എന്നൊക്കെ പറയാവുന്ന ഏഷ്യയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള കൊമ്പൻ, ബീഹാറിൽ നിന്നാണ് വരുന്നത്. മോട്ടി പ്രസാദ് എന്നായിരുന്നു പഴയ പേര്. ഏകഛത്രാധിപതി പട്ടം നേടിയ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെ ആദ്യ ആനയാണ്. അങ്ങനെ ആ തലയെടുപ്പോടുകൂടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവാണ് കാണുന്നത്. രാമനെ കാണാൻ വേണ്ടി മാത്രമായി പൂരത്തിനെത്തുന്ന നിരവധി പേരാണുള്ളത്. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനാണ് രാമന്റെ വരവ്. അത് കഴിഞ്ഞ് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്ന രാമന്റെ ആ വരവ് കാത്ത് തന്നെയാണ് പൂരപ്രേമികളെല്ലാം ഇരിക്കുന്നത്. ആ കാഴ്ചയിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, കാത്തിരുന്ന നിമിഷം രാമൻ അവിടേക്ക് എത്തിയിരിക്കുന്നു. വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രാമന്റെ ആരാധകർ അവിടെ വലിയൊരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിമിഷം തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തൃശ്ശൂർ പൂരത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലേക്ക് ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഇവിടെ തന്നെ ഒരു മിനി പൂരത്തിന്റെ വൈബുണ്ട്. അത്രമേൽ ആരാധക ബൃന്ദമുള്ള ഒരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അത് ഈ ദൃശ്യങ്ങളിൽ ഒന്നാകെ കാണാൻ സാധിക്കും. കാരണം രാവിലെ മുതൽ തന്നെ 4:30 തന്നെ രാമനെ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അത്രമേൽ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അത്രമേൽ അവരോടൊക്കെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. രാമൻ വന്നപ്പോൾ തന്നെ തന്നെ കാണാനെത്തിയ ആളുകളെ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന സിഗ്നൽ അടക്കം നൽകിക്കൊണ്ടാണ് രാമൻ പുറത്തേക്ക്, ആ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ചെമ്പുകാവ് ഭഗവതിക്ക് അഭിമുഖമായി നിൽക്കുകയാണ് രാമൻ. അതിനുശേഷം നെറ്റിപ്പട്ടമെല്ലാം കെട്ടി പ്രദക്ഷിണം വെച്ച് അതിനുശേഷമാണ് ഇവിടെ നിന്ന് രാമൻ യാത്ര തിരിക്കുക. നേരത്തെ കഴിഞ്ഞ വർഷവും രാമൻ തന്നെയാണ് ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തൃശ്ശൂർ പൂരനഗരിയിലേക്ക് എത്തിയത്. കിഴക്കേ ഗോപുരനടയിൽ നിന്ന് തെക്കേ ഗോപുരനടയിലേക്ക്, കിഴക്കേ ഗോപുരനട വഴി കയറി തെക്കേ ഗോപുരനടയിൽ വഴി പുറത്തേക്ക് ഇറങ്ങുന്ന ആ കാഴ്ച കാണാനും ഒരുപാട് ആളുകൾ രാമനെ കാണുന്നതിന് വേണ്ടി തൃശ്ശൂർ പൂരനഗരിയിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാമൻ അവിടെ എത്തുമ്പോൾ രാമന് ചുറ്റും ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് ആർപ്പ് വിളിച്ച് രാമനെ വരവേൽക്കുന്ന കാഴ്ചയാണ് ചെമ്പുകാവ് ദേശം രാമനെ അവരുടെ തിടമ്പെറ്റുന്നതിന് വേണ്ടി വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാമനൊരു കേവലം ആന മാത്രമല്ല, അതൊരു വികാരമാണ്. അത് എല്ലാ ഗജവീരന്മാരുടെ എല്ലാ അഴകും, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തികവും ഉള്ള ഒരു ആന. അത് ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണ് ഉള്ളത്. കേരളത്തിൽ നിലവിൽ ആ ഉത്തരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേരാണ്. ആ പേര് അന്വർത്ഥമാക്കുന്ന രാമൻ ദാ ഇപ്പോൾ ചെമ്പുകാവ് ഭഗവതിക്ക് സമീപം എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം ബാക്കി പൂജാകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം രാവിലെ തന്നെ ഒരു 8-7:30 ഇവിടെ നിന്ന് പുറപ്പെടാനാകും എന്ന പ്രതീക്ഷയാണ് ക്ഷേത്ര ഭാരവാഹികളൊക്കെ പങ്കുവെക്കുന്നത്. 2014 മുതൽ 2020 വരെ തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് പൂരവിളംബരം, നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി പൂരവിളംബരം അറിയിച്ചുകൊണ്ടിരുന്നത് രാമനായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പുറത്തേക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റു വിഷയങ്ങളെല്ലാം കൊണ്ട് രാമൻ അതിൽ നിന്ന് മാറി. പക്ഷേ രാമൻ പൂരത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും എന്ന് തൃശ്ശൂർക്കാർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ചെമ്പുകാവ് ക്ഷേത്രം രാമൻ ഞങ്ങളുടെ തിടമ്പേറ്റും എന്ന് പറഞ്ഞ് രാമനെ ചെമ്പുകാവിലേക്ക് എത്തിക്കുന്നത്. രാമന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതിങ്ങനെയാണ്. ബീഹാറിൽ നിന്നാണ് രാമന്റെ വരവ്. ആദ്യം മോദി പ്രസാദ് എന്ന പേര്, എന്ന പേര് 1984 തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേര് എത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ അതിനുശേഷം ഈ മോത്തി പ്രസാദ് പിന്നീട് ഗണേശനാകുന്നു. ഗണേശനായതിനു ശേഷം പിന്നീടാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമൻ എന്ന നിലയിൽ അത്രയധികം, ഇടയ്ക്കൊക്കെ കുറുമ്പ് കാട്ടിയാലും ഇത്രയധികം ഫാൻസ്. എനിക്കൊന്ന് ഈ തെച്ചിക്കോട്ടുകാവ് രാമന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പേജുകളുണ്ട്, വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അങ്ങനെ ആ ഫാൻസ് തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.